ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആദ്യഘട്ടത്തിന്റെ വിജ്ഞാപനമിറങ്ങി. 102 ലോക്സഭാ സീറ്റുകൾ ഏപ്രിൽ 19 വിധിയെഴുതും. മാർച്ച് 27 നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന തീയതി. തമിഴ്നാട്ടിലെ മുഴുവൻ സീറ്റിലേക്കും യുപിയിലെ 8 സീറ്റിലേക്കും ആദ്യഘട്ടത്തിലാണ് വോട്ടെടുപ്പ്. അനൂപ് ദാസ് വിവരങ്ങൾ നൽകും. അനൂപ്, രാജ്യം അടുത്ത നേതൃത്വത്തെ തെരഞ്ഞെടുക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലെ ആദ്യഘട്ടത്തിന്റെ വിജ്ഞാപനം ഇറങ്ങിയിരിക്കുന്നു. വിവരങ്ങൾ. ആദ്യഘട്ട തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനമാണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് തൊട്ടടുത്ത തമിഴ്നാട്ടിൽ ആദ്യഘട്ടത്തിൽ മുഴുവൻ സീറ്റുകളിലേക്കും തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഒപ്പം തന്നെ യുപിയിലെ 8 സീറ്റുകളിലേക്ക് ആദ്യഘട്ടത്തിൽ തിരഞ്ഞെടുപ്പുണ്ട്. മഹാരാഷ്ട്രയിൽ ആദ്യഘട്ടത്തിൽ തിരഞ്ഞെടുപ്പുണ്ട്. ഒപ്പം തന്നെ ബീഹാറിലും ബംഗാളിലും എല്ലാം ആദ്യഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ആകെ 102 ലോക്സഭാ സീറ്റുകളാണ് ആദ്യഘട്ടത്തിൽ വിധി എഴുതുക. പല രാഷ്ട്രീയ പാർട്ടികളും ആദ്യഘട്ടത്തിലേക്കുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉൾപ്പെടെ പൂർത്തിയായിട്ടില്ല. എന്തായാലും ഇന്ന് വിജ്ഞാപനം പുറത്തിറങ്ങിയ പശ്ചാത്തലത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ കൂടുതൽ സജീവമായി സ്ഥാനാർത്ഥി നിർണയവും ഒപ്പം തന്നെ സീറ്റ് വിഭജന കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോവുകയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് മഹാരാഷ്ട്രയിലെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അവസാന ഘട്ടത്തിലാണ്. നാളെ ശിവസേനയുമായി ഒരു കൂടിക്കാഴ്ചയുണ്ട്. നാളെ തന്നെ സഖ്യം സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് കരുതുന്നത്. ഒപ്പം തന്നെ മഹാരാഷ്ട്രയിലെ ആദ്യഘട്ട തിരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് ഇന്ന് നിശ്ചയിക്കും. നാളെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, രമേശ് ചെന്നിത്തല ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. മഹാരാഷ്ട്രയിലെ ചർച്ചകൾക്കായിട്ടാണ്. അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കാൻ പോവുകയാണ്. ഇപ്പോൾ മഹാരാഷ്ട്രയിലെ കാര്യം തന്നെയാവും ആദ്യം സംസാരിക്കാൻ തോന്നുന്നു. നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. മഹാരാഷ്ട്രയിലെ ചർച്ചകൾ എവിടം വരെ എത്തി? മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഘാഡിയാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അത് കോൺഗ്രസ്, NCP, ശിവസേന എന്നീ 3 കക്ഷികൾ ചേർന്നിട്ടുള്ള മുന്നണിയാണ്. ഈ മുന്നണി ഗവൺമെൻറ്റിനെ അട്ടിമറിച്ചുകൊണ്ടാണ് EDയും എൻഫോഴ്സ്മെൻറ്റിനെയും ഉപയോഗിച്ചുകൊണ്ട് MLAമാരെ ചാക്കിട്ട് പിടിച്ചാണ് ഇന്ന് ആ ഗവൺമെൻറ്റിനെ അട്ടിമറിച്ച് ഉദ്ധവ് താക്കറെയെ പുറത്താക്കി പുതിയ ഗവൺമെൻറ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ഇടയിൽ വലിയ തോതിലുള്ള പ്രതിഷേധം BJPക്കെതിരായിട്ടുണ്ട്, ആ ഗവൺമെൻറ്റിനെതിരായിട്ടുണ്ട്. ആ വികാരം വളരെ ശക്തമായി തന്നെ നിലനിൽക്കുന്നു എന്നതാണ് മഹാരാഷ്ട്രയിൽ ഉടനീളം കഴിഞ്ഞ ഒരു 1.5 മാസക്കാലമായി സഞ്ചരിച്ച ഒരാളെന്നുള്ള നിലയിൽ രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം കൂടിയാണ് നമ്മൾ കേട്ടത്. മഹാരാഷ്ട്രയിലെ സീറ്റ് നിർണ്ണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ചർച്ച ചെയ്യാനായിട്ടാണ് അദ്ദേഹം ഡൽഹിയിലേക്ക് എത്തിയിട്ടുള്ളത്.